എങ്ങനെയാണ് സെയിൽസ് ഇൻവോയ്സ് ചെയ്യുന്നത് എന്ന് നോക്കാം. സെയിൽസ് മെനുവിൽ നിന്നും സെയിൽസ് ഇൻവോയ്സ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ടൂർ ബാറിലെ സെയിൽസ് സെലക്ട് ചെയ്താലും മതി. ഇതാണ് സെയിൽസ് വിൻഡോ. ഈ വിൻഡോയിലെ ആദ്യത്തെ ഫീൽഡ് സീരീസ് എന്ന് കാണാം. സീരീസ് എന്നത് മൾട്ടിപ്പിൾ ബിൽ ബുക്കുകൾ പോലെയാണ്. ഓരോ സീരീസിലും വെവ്വേറെ ക്രമനമ്പറുകളിൽ ഇൻവോയ്സ് ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സീരീസ് ഉപയോഗിക്കുന്നത് പല രീതിയിലാണ്. ഇപ്പോൾ സ്ഥാപനത്തിന്റെ ഓരോ ബ്രാഞ്ചുകൾക്കും ഓരോ സീരീസ് ആക്കാം. ഓരോ ബില്ലിംഗ് കൗണ്ടറിനും ഓരോ സീരീസ്, അല്ലെങ്കിൽ B2B ഇൻവെർസുകൾക്ക് ഒരു സീരീസും B2C ഇൻവെർസുകൾക്ക് ഒരു സീരീസും എന്ന രീതിയിലും ഉപയോഗിക്കാം. അപ്പോൾ ഒരു സീരീസ് സെലക്ട് ചെയ്യുന്നത് അനുസരിച്ച് അതിന്റെ ക്രമത്തിലുള്ള ബിൽ നമ്പർ താഴെ തനിയെ വരും. ഇനി തീയതിയിൽ ഓട്ടോമാറ്റിക് വരുന്നത് സിസ്റ്റം ഡേറ്റ് ആണ്. ഒരു പ്രത്യേക തീയതിയിലെ ബില്ലുകൾ ആണ് തുടർച്ചയായി തയ്യാറാക്കേണ്ടത് എങ്കിൽ ആ തീയതി സെറ്റ് ചെയ്തു വയ്ക്കാം. ടൂൾസ് എന്ന മെനുവിലെ ഡേറ്റ് സെറ്റിംഗ്സിൽ ആ തീയതി ഡേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തീയതി ആയിരിക്കും ബില്ലിൽ ഡിഫോൾട്ട് ആയിട്ട് വരും. ഇനി അതുമല്ലെങ്കിൽ ബില്ല് അടിക്കുന്ന സമയത്ത് ഈ തീയതി മാറ്റിക്കൊടുക്കാനും കഴിയും. തീയതി മാറ്റുമ്പോൾ ആ സീരീസിലെ അവസാന ബില്ലിന്റെ തീയതിയിലോ അതിനുശേഷമുള്ള തീയതികളിലോ മാത്രമേ പുതിയ ബില്ലുകൾ ചെയ്യാൻ പറ്റൂ എന്നത് ശ്രദ്ധിക്കണം. തീയതി MMDDYYYY എന്ന രീതിയിലാണ് നൽകേണ്ടത്. അതായത് ജനുവരി 10, 2025 എന്നുള്ളത് 10/01/2025 എന്ന് കൊടുക്കണം. ഇനി കസ്റ്റമറിലേക്ക് വന്നാൽ നാം നേരത്തെ തന്നെ കസ്റ്റമർ ലെഡ്ജർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കസ്റ്റമറെ സെലക്ട് ചെയ്യാൻ പറ്റും. തൊട്ടടുത്തുള്ള ഈ ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഒരു വാക്കിൻ കസ്റ്റമർ ആണെങ്കിൽ ഇവിടെ കസ്റ്റമറുടെ പേര്, അഡ്രസ്, GST നമ്പർ ഉള്ളവരാണെങ്കിൽ ആ നമ്പർ, ഫോൺ നമ്പർ എന്നിവ നേരിട്ട് ടൈപ്പ് ചെയ്തും ബിൽ ഉണ്ടാക്കാം. ഈ കാണുന്ന പ്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഐറ്റം ക്രിയേറ്റ് ചെയ്തപ്പോൾ പലതരത്തിലുള്ള വിൽപ്പന വിലകൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. റീറ്റെയിൽ പ്രൈസ്, ഡീലർ പ്രൈസ്, MRP എന്നിങ്ങനെ. ഇതിൽ ഏത് പ്രൈസിലാണ് ഈ ബില്ല് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അടുത്ത പേയ്മെന്റ് എന്ന് പറയുന്നത് ഈ ബില്ലിന്റെ പേയ്മെന്റ് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ കാർഡ് ആണോ എന്നതാണ്. കാർഡ് എന്നതുകൊണ്ട് ഓൺലൈൻ പേയ്മെന്റുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഗൂഗിൾ പേയോ ക്രെഡിറ്റ് കാർഡോ ഏതായാലും കാർഡ് എന്ന് തന്നെ സെലക്ട് ചെയ്താൽ മതി. ഇനി ഈ ബില്ലിലെ ഐറ്റങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഐറ്റം കോഡ്, ഐറ്റം നെയിം എന്നിങ്ങനെ കോളങ്ങൾ കാണാം. ഐറ്റത്തിന്റെ കോഡ് അറിയാം എങ്കിൽ കോഡ് എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്യാം. ബാർകോഡ് ഉള്ള ഐറ്റം ആണെങ്കിൽ ബാർകോഡ് അവിടെ സ്കാൻ ചെയ്യാം. അപ്പോൾ ഐറ്റത്തിന്റെ പേര്, വില, ടാക്സ് എന്നിവ ഫിൽ ആയിട്ട് വരും. ഇനി കോഡ് അറിയില്ലെങ്കിൽ ഐറ്റം പേരിന്റെ കോളത്തിൽ വെച്ച് ഐറ്റം സെർച്ച് ചെയ്യാം. ഫോണിൽ കോണ്ടാക്ട് സെർച്ച് ചെയ്യുന്നതുപോലെ നാം ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിലവിലുള്ള ഐറ്റങ്ങൾ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വരും. ഇവിടെ ഞാൻ B എന്ന് ടൈപ്പ് ചെയ്താൽ ബിയിൽ ആരംഭിക്കുന്ന എല്ലാ ഐറ്റങ്ങളും ആണ് വരിക. ഒരു സ്പേസിന് ശേഷം യെസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ B വച്ചും S വച്ചും ആരംഭിക്കുന്ന വാക്കുകളുള്ള ഐറ്റംസ് ലിസ്റ്റ് ചെയ്യും. അതായത് നമുക്ക് ആവശ്യമുള്ള വാക്കിന്റെ ആദ്യത്തെ ഏതാനും അക്ഷരങ്ങൾ നൽകിയാലും മതി എന്നർത്ഥം. ഇനി ഞാനൊരു സ്പേസ് കൊടുത്തതിനു ശേഷം ആണ് B എന്നു ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ബിയിൽ ആരംഭിക്കുന്ന വാക്ക് ഐറ്റത്തിന്റെ പേരിൽ എവിടെ ഉണ്ടെങ്കിലും ലിസ്റ്റ് ചെയ്യും. അത് ആരംഭത്തിൽ തന്നെ വേണമെന്നില്ല. സ്പേസ് വെച്ച് സെർച്ച് ചെയ്താൽ അത് ഏത് ഓർഡറിലും സെർച്ച് ചെയ്യാം. ഇപ്പോൾ സ്പേസ് B സ്പേസ് S എന്നതിന് പകരം സ്പേസ് S സ്പേസ് B എന്നും കൊടുക്കാം. ഒരേ റിസൾട്ട് ലഭിക്കും. ഇത്തരത്തിൽ ഒരു ചെറിയ ലിസ്റ്റ് ആയാൽ ആരോ കീ ഉപയോഗിച്ച് ഐറ്റം സെലക്ട് ചെയ്തു എന്റർ കീ പ്രസ് ചെയ്യൂ. ഐറ്റത്തിന്റെ വിശദാംശങ്ങൾ വരും. ഇനി ക്വാണ്ടിറ്റിയോ വിലയോ എഡിറ്റ് ചെയ്യാം. ഓരോന്നും ശേഷം എന്റർ കീ പ്രസ് ചെയ്തു അടുത്ത കോളങ്ങളിലേക്ക് പോകാം. ഇനി ഒന്നിൽ കൂടുതൽ ഐറ്റങ്ങൾ ആവശ്യമെങ്കിൽ തൊട്ടു താഴത്തെ ലൈനിൽ മേൽ പറഞ്ഞ പോലെ ഐറ്റം സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഐറ്റങ്ങൾ എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ താഴെ എക്സ്പെൻസുകളോ ഡിസ്കൗണ്ടോ ചേർക്കണമെങ്കിൽ അവ എന്റർ ചെയ്യാം. ഇനി മുകളിലുള്ള സേവ് ഐക്കണ് ക്ലിക്ക് ചെയ്താൽ ഇൻവോയ്സ് സേവ് ആവും. സേവായ ബിൽ പ്രിന്റ് ചെയ്യണോ എന്ന മെസ്സേജ് ചോദിക്കും. യെസ് എന്ന് ക്ലിക്ക് ചെയ്താൽ പ്രിന്റ് വരും. പ്രിന്റ് ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്ത് അടുത്ത ബില്ലേക്ക് പോകാം.